ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മണത്തണയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ്. പതിവ് പോലെ നമ്മൾ പരംഭഗവതി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുത് നേരെ പോകുന്നത് മണത്തണയിൽ നിന്നും ഇരിട്ടി വഴി ഉളിക്കൽ എന്ന സ്ഥലത്ത് കൊടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങാണ്. അവിടെ കൂടി ഒന്ന് സന്ദർശിച്ചതിന് ശേഷമാണ് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുക. നമ്മളിപ്പോൾ ഇരിട്ടിയിലത്തെ അതിപുരാതനമായ ഒരു പാലാണിത്. ബ്രിട്ടീഷുകാർ 1921 മറ്റോ നിർമ്മിച്ച ഒരു പാലാണ്. ഇതിന് സമാന്തരമായി മറ്റൊരു പാലം ഇപ്പം പുതുതായി പണി കഴിപ്പിച്ചു. അതുകൊണ്ട് ഈ പാലം വൺ വേ ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അതിമനോഹരമായ ഒരു പാലാണിത്. നൂറ്റാണ്ടുകളായും യാതൊരു കേടുപാടും സംഭവിക്കാത്തൊരു പാലം തന്നെയാണിത്. ഇരിട്ടിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. 3-4 ദിവസമായി അതിശക്തമായ മഴ കാരണമാണ് ഇരിട്ടിപ്പുഴയിൽ ഇത്രയധികം ജലനിരപ്പ് ഉയർന്നത്. കൊടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എൻ്റെ ഭാര്യയുടെ കുടുംബക്ഷേത്രമാണ്. ക്ഷേത്രം പുതുക്കിപ്പണിത് പ്രതിഷ്ഠാകർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും എല്ലാവരും ഇവിടെ ഇപ്പോൾ വന്ന് കാണും. 7 മണിയാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി, 7 മണി കഴിഞ്ഞു. ഇവർ ക്ഷേത്രത്തിലേക്കാണ് നേരെ പോകുന്നത്. 2-3 ദിവസത്തെ ശക്തമായ മഴ കാരണം റോഡ് മുഴുവൻ വെള്ളക്കെട്ടുകളാണ്. അതുപോലെ തന്നെ ക്ഷേത്ര പരിസരവും ചെളി നിറഞ്ഞതിന് കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിന് മുൻഭാഗമാണിത്. പ്രതിഷ്ഠാകർമ്മം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിലെത്തിയത്. കുറേ ഭക്തജനങ്ങളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. അതിനുശേഷം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി, വഴിപാട് നടത്തി. രാവിലെ ലഘുഭക്ഷണവും ഉച്ചക്ക് പ്രസാദ സദ്യയും ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്ന എല്ലാവർക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഭാര്യയുടെ തറവാട് അംഗങ്ങളായ ഒതിയോത്ത് തറവാട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നുണ്ട്. ഇതാണ് സതീശേട്ടൻ. 2 വർഷം മുമ്പ് ഇവരൊരു കുടുംബസംഗമം നടന്നിരുന്നു. അങ്ങനെ കുടുംബങ്ങളെ എല്ലാവരെയും ഒത്തുചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹസിക പ്രയത്നം ഇദ്ദേഹമാണ് മുൻകൈ എടുത്ത് ചെയ്തിരുന്നത്. ആ സമയത്ത് ഓരോരാളെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തറവാട് സ്ഥിതി ചെയ്യുന്നത് എടക്കാട് കടമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ തറവാടിൻ്റെ പേര് പൂർണ്ണമായി പറഞ്ഞാൽ പുല്ലാഞ്ഞോടൻ ഒതയോത്ത് എന്നാണ്. അതിൻ്റെ ആരൂഢ സ്ഥാനം വയത്തൂറാണെന്നും പറയുന്നു. ഭാര്യ നേർച്ചയായി നെയ്വിളക്ക് സമർപ്പിക്കുന്നുണ്ട്. പുല്ലാഞ്ഞോടൻ ഒതയോത്തിൻ്റെ താവഴിയാണ് കടമ്പൂർ ഭൂതത്താൻ കുന്നിന് സമീപത്തെ പുല്ലാഞ്ഞോടൻ ചെറുവീടെന്നും പിന്നീട് ചെറുവീട്ടിൽ ഒതയോത്ത് എന്നായി തറവാട് രൂപാന്തരപ്പെടുകയും ചെയ്തു. കൊടാപ്പറമ്പ് ഭഗവതിക്ക് വയത്തൂരപ്പൻ മറുപുത്തരി കൊടുത്തതിനാൽ വയത്തൂരപ്പൻ്റെ സ്ഥാനിക ഊരാളനായ പുല്ലാഞ്ഞോടൻ മേലാളിയുടെ അവകാശത്തിലാണ് ഈ ക്ഷേത്രം. ഇപ്പോൾ ഈ കുടുംബമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ബന്ധം ഇതാണ്. ഇവരുടെ തറവാടുകാർ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ജയൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു, ഭാര്യ സമേതം വന്നിട്ടുണ്ട്.
ചെറുവീട്ടിൽ ഒതയോത്ത് നാട്ടിൽ അക്കാലത്ത് നല്ല പ്രൗഢിയുള്ള കുടുംബമായിരുന്നു. പഴയകാലത്ത് പഠനം സവർണർക്ക് മാത്രമായി നിലകൊണ്ടിരുന്ന സമയത്ത് ഒതയോത്ത് തെക്ക് തുണ്ടിയിൽ അവിടുത്തെ കാരണവരായ ചന്തുക്കുട്ടി നമ്പ്യാർ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. സവർണർക്കൊപ്പം കീഴ്ജാതിക്കാർക്കും പഠിക്കാൻ അവസരം നൽകി. കുടുംബത്തിലെ മറ്റ് രണ്ടംഗങ്ങളാണ് രാമകൃഷ്ണേട്ടനും ഗിരീഷേട്ടനും. പിന്നെ രാജേഷ്, കേണൽ രാജേന്ദ്രൻ നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ നായർ, അതുല്യ, വിനീത്, ജയൻ. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും കണ്ടപ്പോഴെല്ലാവർക്കും മനസ്സിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഗിരീഷേട്ടനാണ്. കൂടാതെ രാജേഷും കുടുംബമുണ്ട്, രാജേന്ദ്ര സാർ കുടുംബമുണ്ട്. ഇദ്ദേഹം റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. കേണൽ പദവിയിൽ നിന്നും വിരമിച്ച ഇദ്ദേഹമുണ്ട്, ഭാര്യാസമേതം വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെല്ലാം കണ്ട് സന്തോഷമായി. കുടുംബത്തിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ട്. രാവിലത്തെ പ്രഭാത ഭക്ഷണമുണ്ട്. അപ്പം നമ്മളും പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും കഴിച്ച് ഒരുവിധം കഴിയാറായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ ഈ യൂണിഫോം കോഡിലുള്ള ആൾക്കാരാണ്, ഇവിടുത്തെ മാതൃസമിതിയുടെ ആൾക്കാരാണ്. അവരെല്ലാമായിട്ട് സംസാരിച്ചു. അവരെല്ലാം ഇവിടെ 100% പൂർണ്ണതയോടുകൂടി പണിയെടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാം കണ്ടതിൽ സന്തോഷം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇവളുടെ പേരാണ് നിവേദിക. ഭാര്യയായിട്ട് സംസാരിക്കാമെന്ന്. മാതൃസമിതി അംഗങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം സജീവമായി ഇവരെല്ലാ രംഗത്തുണ്ട്. ക്ഷേത്ര പരിസരത്തും ഭക്ഷണ പാചകശാലയിലും എല്ലാ സ്ഥലത്തും ഇവരെ കാണാം. ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടെന്നാണ് പറഞ്ഞത്. ഉച്ചക്കുള്ള ഭക്ഷണത്തിനായിരിക്കും അല്ലേ ചേട്ടോ? ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള ഹെൽപ്പിന് ആൾ വേണം. ആൾ വേണ്ട അല്ലേ? ആരെങ്കിലും അറിയാം മനസ്സിന ആരാ? മറ്റൊരു ക്ഷേത്രമായ വയത്തൂർ കാളിയാർ ശിവക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ. അപ്പം നമ്മളെയും ക്ഷണിച്ച് നമ്മളും അവരുടെ കൂടെ തന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോഴും. വയത്തൂർ കാളിയാർ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, 2-3 കിലോമീറ്ററിനുള്ളിലായിട്ടാണ്. അത് ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊടകന്മാർക്കും കൂടി അവകാശമുള്ള ക്ഷേത്രമാണിത്. നമ്മൾ ഈ ട്രാവലറിലാണ് കയറുന്നത്. വയത്തൂർ കാളിയാർ ശിവക്ഷേത്രം. നമ്മൾ ക്ഷേത്രസന്നിധിയിലെത്തി. തിരുമുറ്റത്താണ് ഇപ്പോൾ ഉള്ള വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, നടപ്പന്തലുണ്ട്. മുമ്പ് തന്നെ ഒരു കാല് കഴുകാനൊരു ടാപ്പുണ്ട്. അപ്പോൾ വന്നവരെല്ലാവരും കാല് കഴുകി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീ വയത്തൂർ കാളിയാർ ശിവക്ഷേത്രം അതിപ്രാചീനമായ ഒരു ക്ഷേത്രമാണ്. 850 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പാർക്കിംഗ് സൗകര്യം, വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഭഗവാൻ വയത്തൂർ കാളിയാർ കൊടകിൽ നിന്നും വന്നതാണ് എന്നുള്ള സങ്കല്പത്തിൽ ഇന്നും കൊടക് ജനങ്ങൾക്ക് വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൽ അഭേദ്യ ബന്ധം നിലനിർത്തുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി 108 ശിവക്ഷേത്രം വയത്തൂർ കാളിയാരെ ആദരിച്ചു വരുന്നതായി പറയപ്പെടുന്നു. അതിൽ പ്രാധാന്യമുള്ളതാണ് വയത്തൂർ, പയ്യാവൂർ, കല്യാട്ട്, കല്യായി, മേലൂര്. വയത്തൂരമ്പലത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അർജുനൻ കോട്ട എന്ന സ്ഥാനം. അർജുനൻ കോട്ടയിൽ ശിവലിംഗം വീണ്ടെടുക്കുകയും അവിടെ ഒരു ക്ഷേത്രം പുതുതായി പണിയുകയും ചെയ്തിട്ടിരിക്കുന്നു. വഴിപാട് നടത്തുന്നതിൻ്റെ അറിയിപ്പ് ബോർഡിൽ പൂർണ്ണമായും മലയാളത്തിലും കന്നഡയിലും എഴുതിയിട്ടുണ്ട്. കാരണം കൊടകിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അകത്തേക്ക് പ്രവേശിച്ച കഴിഞ്ഞാൽ തന്നെ കൊടകന്മാരുടെ കുറേ ഫോട്ടോകൾ ഇവിടെ പതിച്ചു വെച്ചിരിക്കുന്നത് കാണാം. കൊടകന്മാരുടെ പാരമ്പര്യ വേഷമായ തലപ്പാവും കറുത്ത കോട്ടും ബെൽറ്റും അരയിലൊരു കത്തിയും അണിഞ്ഞാണ് ഇവരുടെ ഫോട്ടോകളെല്ലാം ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ഇവർ കാളപ്പുറത്ത് അരി കൊണ്ടുവരുന്ന സമയത്തുള്ള ഫോട്ടോകളാണ് ഇവിടെ പതിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ കൂടെ വന്ന കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടെല്ലാം കഴിച്ച് പിന്നെ കുശലം പറഞ്ഞ് അന്യോന്യം പരിചയപ്പെട്ടിരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളായി സംസാരിക്കുകയാണ്. അവർ എറണാകുളത്തും പല ഭാഗങ്ങളിൽ ആയിട്ട് താമസിക്കുന്നവരാണ്. ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനും തദ്ദേശീയമായ ഈ കൃഷ്ണേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് കൃഷ്ണേട്ടനായിട്ട് ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ കൂടുതൽ ചോദിച്ചാൽ. മലബാർ ദേവസ്വം ബോർഡ് അല്ലേ? അപ്പോൾ അങ്ങനെ കൊടകന്മാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്, അവരുടെ ക്ഷേത്രമാണ് കാളിയാർ മല എന്ന് പറയുന്നത്. ഈ കൊടകിലുള്ള കർണാടകത്തിലുള്ള വയത്തൂർ ശ്രീ
കാളിയാർ ശിവക്ഷേത്രം അല്ലേ? ശിവന്റെയും പാർവതിയുടെയും സങ്കല്പം അല്ലേ? സ്വയംഭൂ രൂപത്തിൽ രണ്ടാളും കൂടിയാണല്ലോ വന്നത്. അതെ, രണ്ടുപേരും ഒരുമിച്ചാണ് കാളിയാർ മലയിൽ ഇവിടെ എത്തുന്നത്. ക്ഷേത്രത്തില് ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ വന്ന് നെടുവള്ളിക്കൂലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് വന്നത്. അത് ശരി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ശിവനും പാർവതി, ശിവപാർവതി സങ്കല്പമാണ് ഇവിടെ അല്ലേ? സന്യാസിയായിട്ട് വന്നു ഇവിടെ കുടികൊണ്ടു. ഇവിടെ അങ്ങനെ അയാളെയും കൂട്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടത്തുമ്പം അയാളോട് പറഞ്ഞു ചങ്ങലവെട്ടുണ്ടല്ലോ, ചങ്ങലവെട്ട വിളക്ക്, ആ വിളക്ക് നിങ്ങൾ അവിടെ വെക്ക് എന്ന് പറഞ്ഞു. ഇയാൾ കുനിഞ്ഞ് വിളക്ക് വെച്ച് നോക്കി, പിന്നെ നോക്കുമ്പോൾ ആളെ കണ്ടിട്ടില്ലല്ലേ. അങ്ങനെയാണ് പിന്നീടാണ് ഈ ക്ഷേത്രം ഉണ്ടാകുന്നത്. അതിന്റെ ഊരാളെന്ന് പറയുന്നത് ഈ കുലത്തെ നമ്പ്യാരിയാണ്. കുലത്ത് നമ്പ്യന്മാരല്ലേ? ശരിയാണ്. അവർ 4 വീട്ടുകാരങ്ങളുണ്ട്. അന്ന് 4 വീട്ടുകാരുണ്ട് ഇതിന്റെ ഊരാളന്മാരായിട്ടില്ല. അത് പിന്നീട് അത് കല്യാട്ടിലേക്ക് മാറി. അപ്പൊ ഈ പയ്യാവൂരുള്ള ശിവക്ഷേത്രവും അത് നായനാറുമാണ്. ഇത് വയത്തൂർക്കാവ്. 2 ശിവക്ഷേത്രങ്ങളാണ്. രണ്ട് ക്ഷേത്രത്തിലും കർണാടക ഈ കൊടകന്മാർക്ക് പ്രാധാന്യമുണ്ട് അല്ലേ? രണ്ടിനും അവകാശമുണ്ട്. അവർക്ക് 8-ാം തീയതി പിന്നെ മകരമാസം 8-ാം തീയതി അവര് തിരുവത്താരത്തിന് അരി അളക്കും. അത് ശരിയാ. അന്ന് അവര് ദർശനം ഉള്ളതും ഭയങ്കര. അത് ശരിയാ. പിന്നെ 11-ാം തീയതി. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ചരിത്രം. അപ്പൊ ഈ ജനുവരി 22, 23, 24 എത്ര ദിവസമാണ് ഉത്സവം കൊണ്ടാടുന്നത്? 12 ദിവസം. 12 ദിവസം ഉത്സവം. 12 ദിവസം. അപ്പൊ ഈ ഇവിടത്തെ കഴിഞ്ഞിട്ടാണോ പയ്യാവൂര് കുംഭം 10? കുംഭം 10. ശരി. അത് ഫെബ്രുവരിയിലായി. അവിടെയും ഇതേമാതിരി തന്നെ ഈ കൊടകന്മാര് അരിയും കൊണ്ടുവന്ന് ഉത്സവം കഴിഞ്ഞതിന് ശേഷമല്ലേ മടങ്ങി പോകുന്നുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണോ ഈ ഉത്സവം? നമ്മള് 11-ാം തീയതി മകരം 11-ാം തീയതി ഇവര് നെയ്യാട്ടം കഴിഞ്ഞ സ്ഥലം വിടും. ശരി. അവര് പോകൂല്ലേ? പിന്നീട് വെക്കൂല. അവിടെ പിന്നെ ചൂളിയാടെ കാഴ്ച വരുന്ന ആ ദിവസം പിന്നെ ആരും അവിടെ ഉണ്ടാവില്ല. കന്നഡ ಗೊತ್ತಾಯ್ತಾ? കന്നഡ വഴിപാടെല്ലാം ഈ കന്നഡ ഭാഷയിൽ എന്തുകൊണ്ടാണ് എഴുതി വെച്ചതെന്നറിയാം വെച്ചാൽ കൊടകന്മാർക്ക് തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണിത്. അതുകൊണ്ടാണ് ഈ കൊടകുന്ന് ഒരുപാട് ആൾക്കാർ പയ്യാവൂർ ക്ഷേത്രം മാതിരി, പയ്യാവൂർ ശിവക്ഷേത്രം മാതിരി തന്നെ ഇവിടെയും കാളിയാർ ശിവക്ഷേത്രത്തിലും കൊടകുന്ന ആൾക്കാർ വരുന്നുണ്ട്. അരിയും കൊണ്ട് കളപ്പുറത്ത് അരി വെച്ച് കെട്ടിട്ട് കാളിയാർ മലയിൽ നിന്നാണ് ശിവപാർവതി ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം കാളിയാർ മല എവിടെയാ? കൊടകിൽ. അതാണ് ഇതിന് കാളിയാർ. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിൽ കയറിയിട്ടില്ല. ഇതാണ് ചുറ്റമ്പ്. ഇവിടെ ഒരു സ്റ്റേജെല്ലാം കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ ക്ഷേത്രം ഉണ്ടോ? ശ്രീ ബെട്ടെ മുരുകൻ ടെമ്പിൾ. ഇത് കാണുന്നത് കർണാടക വേട്ടക്കുരുമകൻ. ശരി, വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ്. അതിങ്ങോട്ടേക്കാണ്. ഇതിൽ കൂടി വഴി കാണുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഇതിൽ പോയിട്ട് വേട്ടക്കുരുമകൻ ക്ഷേത്രമുണ്ട് ഇവിടെ. ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം. അത് ഇതിലേ കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ പോകുന്നില്ല. ഈ ക്ഷേത്രത്തിന് നമുക്ക് പോകാം. ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. വയത്തൂർ കാളിയാർ മഹാദേവ ക്ഷേത്രം. ഉടുപതി കൊട്ടാരം, മൂലഭണ്ണാരം, അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ എഴുതിയിട്ട്. അപ്പോൾ ഇത് ഭണ്ണാരാണ്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഭണ്ണാരാണ്. ഇതിലായിരിക്കും പൈസ ഇടുന്നത്. ഇവിടെ ഒരു സർപ്പത്തിൻ്റെ ഇതുണ്ട്. മൂലഭണ്ണാരം എന്നാണ് ഇതിനെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കൊടകന്മാരൊരു കൊടകു എന്നൊരു എംബ്ലം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് നമ്മളുള്ളത്. ഇവിടുന്ന് ഇങ്ങനെയൊരു സംഭവമുണ്ട്.
ക്ഷണിച്ചിട്ടാണ് ഇവരെ ചെയ്യും. ഇവിടുന്ന് പോയിട്ട് കൊടകിൽ പോയിട്ട് ക്ഷണിക്കും. ഇവിടുന്ന് ഉത്സവം തുടങ്ങുമ്പോ ഉത്സവം തുടങ്ങും. കൊടകിൽ പോയി അപ്പൊ ഈ കൊടകന്മാർ എന്തിനാ ക്ഷണിക്കുന്നത്? അവര് ഈ ക്ഷേത്രമായിട്ട് എന്താ പ്രാധാന്യം? അവർക്ക് ഇവിടെ അവകാശമുണ്ട്. അതെ, എന്താ അവകാശം? എന്നാ അതിന്റെ അപ്പൊ ഇവിടെ ഒരു ഈ കൊടകന്മാരെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, മൂലഭണ്ണാരെന്ന്. അപ്പൊ ഇത് അവരതാ അവരതാ ലോഗോ അവരതാന്നല്ലോ. അവര് കാളയന്റെ പുറത്ത് സാധനങ്ങളെല്ലാം വെച്ചാല് ശിവപാർവതി സങ്കല്പാന്ന്, ഇവിടെ സ്വയംഭൂ സങ്കല്പാന്ന്. കാളിയാർ മലയിൽ നിന്നാണ് ശിവപാർവതി ഇവിടെ വന്നു ചേർന്നത്. ഏത് മലയത്? കാളിയാർ, അതല്ലേ ഈ കാളിയാർ. അപ്പൊ ഈ കാളിയാർ ക്ഷേത്രം വന്നിട്ട് കൊടകിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൊടകന്മാർക്ക് പ്രാധാന്യം. അവരെ ക്ഷേത്രമാണ്, അവരെയും കൂടി ക്ഷേത്രമാണ് ഇത്. കൂടുതൽ പ്രാധാന്യം അവർക്കാ കൂടുതൽ പ്രാധാന്യമുള്ളത്. അവിടെ പുഴയിൽ പോയി കുളിച്ചിട്ട് വരണം. അകത്ത് വെക്കണം. സാധാരണ ശിവക്ഷേത്രത്തിൽ നെയ്യാവൃതം ആണല്ലോ അല്ലേ പ്രാധാന്യം അവർക്ക്. ക്ഷേത്രത്തിനകത്ത് അതെ. ഓ അത് ശരി. അപ്പൊ കുളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയിട്ട് അഗ്രശാല, കോമരത്തച്ഛൻ, ഓരോരു സ്ഥാനീയർക്കുള്ള റൂമാണ്, മുറികളാണ്. ഇവിടെ അഗ്രശാലയാണ്, പ്രവേശനമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൂടി ഇവിടെ നീലകാളി സങ്കല്പമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് പൂജാരിയോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പൂജാരിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. നീലകാളി സങ്കല്പത്തിലാണ്, ഭദ്രകാളി സങ്കല്പമാണ്, അയ്യപ്പനാണ്. തിരുമേനി കണ്ടു. അതെ, അവിടെ എന്താ സങ്കല്പം? പാർവതി പാർവതി അല്ലേ? സ്വയംഭൂവായിട്ട് നീല കരിങ്കാലിയാണോ? നീലക്കാളി. നീലക്കാളിയുടെ സങ്കല്പമാണല്ലേ? അതെ, ശരി. അത് ഈ ക്ഷേത്രത്തിന് ഉപക്ഷേത്രമല്ല, ക്ഷേത്രമായിട്ട് ബന്ധമില്ല. അത് ഒരു വേറെ ഒരു മനസ്സിലായി. ഇപ്പൊ കുടുംബക്കാരെല്ലാവരും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വെളിയിൽ നടപ്പന്തലിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്ഷേത്രത്തിൽ വന്നാൽ ക്ഷേത്രത്തിൽ കുറച്ച് നേരം കഴിക്കണം എന്നാണ് സങ്കല്പം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ആയിട്ടില്ല. വയത്തൂർ കാളിയാർ ശിവക്ഷേത്രം ദർശനം കഴിഞ്ഞതിന് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിനുശേഷം തിരിച്ച് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ കൊടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോയി. തിരിച്ച് നമ്മൾ കൊടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴാണ് ഈ മനോഹരമായ ഈ കാഴ്ച കാണുന്നത്. ഇവിടെയുള്ള മാതൃസമിതിയുടെ എല്ലാ അമ്മമാരും പെങ്ങന്മാരെയും നിർത്തി ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിസ്വാർത്ഥ സേവനം വിലമതിക്കാനാവാത്തതാണ്. അതേപോലെ ഈ ക്ഷേത്രത്തിന് വേണ്ട തൂക്കുവിളക്കെല്ലാം സംഭാവന ചെയ്ത് ഈ അമ്മമാരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതും മാതൃസം. കൊടാപ്പറമ്പ് മാതൃസമിതി എന്തെല്ലാം പ്രവർത്തനം?
എല്ലാ ഈ ക്ഷേത്രത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അല്ലേ, ഭക്ഷണത്തിന്റെ ആയാലും സ്വീകരണത്തിന്റെ ആയാലും മെയിൻ്റനൻസിന്റെ ആയാലും ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വേണ്ടിയിട്ട് മുന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാ നിങ്ങളെല്ലാം അല്ലേ? അപ്പൊ എല്ലാരെയും എല്ലാ അമ്മമാരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് കേട്ടോ. മാതൃസമിതി അംഗങ്ങളാണ് വിളക്ക്, ചുറ്റുവിളക്കും നിലവിളക്കും. അറിയാ, അത് ശരി. ഓതിയാ. അപ്പൊ നിങ്ങളെ അഹോരാത്ര പ്രയത്നം കൊണ്ടാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തത് അല്ലേ? അമ്മേന്റെ അനുഗ്രഹം എന്തായാലും കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും. തൂക്കുവിളക്കല്ലേ വിളക്ക. ഓക്കെ ഓക്കെ. ഇതാ ഒന്നും മിണ്ടാതിരിക്കുന്നവരെ വരൂലേ? പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ും അന്ത്യത്തിരിയാൻ കൊടുക്കുന്ന ചടങ്ങാണ് ഇതല്ലേ? കൊച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് ആചാരം അതല്ലേ? അപ്പൊ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് ഇന്നാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് അല്ലേ? അടുത്ത ചടങ്ങുന്ന ഭാര്യന്റെ സ്വന്തം അമ്മാവൻ വയനാട്ടിൽ നിന്ന് വന്നു. മറ്റൊരു അമ്മാവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇത് പുഷ്പരാജൻ സാറാണ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. വയനാട്ടിൽ നിന്ന് വന്ന മറ്റൊരാളാണ് സന്തോഷേട്ടൻ. വയനാട്ടിൽ നിന്നും വന്ന കുടുംബാംഗങ്ങളുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലാണ്.
അറിയിക്കുന്നു. പുനഃപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന അന്നദാനാണ്. അവിടെയും നമ്മളെ മാതൃസമിതിയുടെ അംഗങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം സജീവമായി മുന്നിട്ട് നിർന്ന് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല വളരെ ഹൈജീനിക്കാണ് ഇവരുടെ പ്രവർത്തനം. മാസ്കും കയ്യുറയും തലയിൽ നെറ്റെല്ലാം ഇട്ടിട്ടാണ് ഇവർ ഈ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നത്. ഭക്ഷണം കഴിച്ചാ എങ്ങനെ? അടിപൊളി അടിപൊളി ഭക്ഷണം. പരിപ്പ് പ്രഥമൻ അടക്കമുള്ള സദ്യ. അറിയിക്കുന്നു. അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ നിന്നും നമ്മൾ